Hello everyone. സിവിൽ എഞ്ചിനീയറിംഗിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ് സ്ട്രക്ചറൽ അനാലിസിസ്. അതിൽ കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനസി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് സപ്പോർട്ട്സ് ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നോക്കാം. ആദ്യം ഫിക്സഡ് സപ്പോർട്ട്. അപ്പം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം ഒരു ജോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പോസിബിളായിട്ടുള്ള മൂവ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? വെർട്ടിക്കൽ മൂവ്മെൻറ്റ് പോസിബിളാണ്, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് പോസിബിളാണ്, അതേപോലെ റൊട്ടേഷനും പോസിബിളാണ്. ഒരു ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് തരത്തിലുള്ള മൂവ്മെൻറ്റുകളും പോസിബിൾ അല്ല. അപ്പോൾ അവിടെ എന്ത് കാണും? അവിടെ ഈ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ റിയാക്ഷൻസ് കാണും. വെർട്ടിക്കൽ മൂവ്മെൻറ്റ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് അവിടെ എന്ത് കാണും? വെർട്ടിക്കൽ റിയാക്ഷൻ കാണും. ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാണും. അതേപോലെ റൊട്ടേഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് എന്ത് കാണും? മൊമെൻറ്റും കാണും. ഈ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേഷൻ എന്ന് പറഞ്ഞ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് മൊമെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പോസിബിൾ മൂവ്മെൻറ്റ്സ് എത്രയാണ്? 0 ആണ്. നമ്പർ ഓഫ് റിയാക്ഷൻസ് എത്രയാണ്? 3 ആണ്. അതായത് വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്, അതേപോലെ റൊട്ടേഷനെ ഓപ്പോസ് ചെയ്യുന്ന റിയാക്ഷനായ മൊമെൻറ്റും ഉണ്ട്. ഓക്കെ, അടുത്ത സപ്പോർട്ടാണ് ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിൻഡ് സപ്പോർട്ട്. ഹിഞ്ച്ഡ് അല്ലെ പിൻഡ് സപ്പോർട്ടിൻ്റെ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ പറയുവാണെങ്കിൽ നമ്മളിപ്പം ഡോറിൻ്റെ ഹിഞ്ചിനെ തന്നെ ഓർക്കുക. അപ്പോൾ ഡോറിൻ്റെ ആ ഹിഞ്ചിൽ എന്തുണ്ട്? നമുക്ക് ഡോറ് ഇൻവേർഡ് ഔട്ട്വേർഡ് റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ അതിന് വെർട്ടിക്കൽ മൂവ്മെൻറ്റും ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ ഈ രണ്ട് മൂവ്മെൻറ്റ് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അവിടെ എന്ത് കാണും? വെർട്ടിക്കൽ മൂവ്മെൻറ്റ് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അവിടെ എന്ത് കാണും? വെർട്ടിക്കൽ റിയാക്ഷൻ കാണും. ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഹൊറിസോണ്ടൽ റിയാക്ഷനും കാണും. എന്നാൽ അവിടെ എന്ത് പോസിബിളാണ്? റൊട്ടേഷൻ പോസിബിളാണ്. അതുകൊണ്ട് അവിടെ എന്ത് കാണില്ല? മൊമെൻറ്റ് കാണില്ല. അപ്പം നമുക്കിവിടെ എത്ര റിയാക്ഷൻ ഉണ്ട്? 2 റിയാക്ഷൻ ഉണ്ട്. പോസിബിൾ മൂവ്മെൻറ്റ് എത്രണ്ണം ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. ആ പോസിബിൾ മൂവ്മെൻറ്റ് ഏതാണ്? റൊട്ടേഷൻ ആണ്. അടുത്ത സപ്പോർട്ടാണ് റോളർ സപ്പോർട്ട്. റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റോളറാണ്, അതിന് ഉരുളാൻ പറ്റും. അപ്പോൾ ഉരുളുന്ന ആക്സിസ് ഏതായിരിക്കും? എപ്പോഴും എക്സ് ഡയറക്ഷനായിരിക്കും, അല്ലെ ഹൊറിസോണ്ടൽ ഡയറക്ഷനായിരിക്കും അത് റോൾ ചെയ്യുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്ത് പോസിബിളാണ്? ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് പോസിബിളാണ്. അവിടെ എന്തും പോസിബിളാണ്? റൊട്ടേഷനും പോസിബിളാണ്. എന്ത് പോസിബിൾ അല്ല? വെർട്ടിക്കൽ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. വെർട്ടിക്കൽ മൂവ്മെൻറ്റ് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അവിടെ എന്ത് കാണും? വെർട്ടിക്കൽ റിയാക്ഷൻ കാണും. അപ്പോൾ ഇവിടെ എത്ര പോസിബിൾ മൂവ്മെൻറ്റ്സ് ഉണ്ട്? ഇവിടെ 2 പോസിബിൾ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതായത് ഹൊറിസോണ്ടലിൽ മൂവ് ചെയ്യാം, റൊട്ടേഷനും പോസിബിൾ ആണ്. റിയാക്ഷൻ എത്ര എണ്ണമേ ഉള്ളൂ? ഒറ്റ റിയാക്ഷനേ ഉള്ളൂ. അതായത് വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ 3 സപ്പോർട്ട്സിനെ പറ്റി നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അടുത്തതായി ഇക്വിലിബ്രിയം കണ്ടീഷൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമുക്കുള്ളത് 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ്. സിഗ്മ എം ഈക്വൽ ടു 0, സിഗ്മ എച്ച് ഈക്വൽ ടു 0, സിഗ്മ വി ഈക്വൽ ടു 0. അതായത് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സം ഓഫ് മൊമെന്റ്സ് എല്ലാം 0 ആണെങ്കിൽ എന്താ? അതിനെ നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയാം. അതേപോലെ സിഗ്മ എച്ച്, അതായത് സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു 0 ആയാലും ഇക്വിലിബ്രിയം ആണെന്ന് പറയാം. അതേപോലെ സിഗ്മ വി ഈക്വൽ ടു 0, അതായത് സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിലും ഇക്വിലിബ്രിയം ആണെന്ന് പറയാം. അപ്പോൾ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് എന്താ? കംപ്ലീറ്റ്ലി ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് സ്ട്രക്ചറിലെ അൺനോൺസ് കണ്ടുപിടിക്കാം. അതായത് റിയാക്ഷൻസ്, ഇതുപോലുള്ള അൺനോൺസ് ഈ 3 ഇക്വേഷൻസ് മാത്രം യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് കൊണ്ട് മാത്രം ഒരു സ്ട്രക്ചറിലെ അൺനോൺസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. അതായത് ഒരു സ്ട്രക്ചർ എടുക്കുമ്പോൾ അതിലുള്ള അൺനോൺസ് നമ്മൾക്ക് ഈ 3 ഇക്വേഷൻസ്, അതായത് സിഗ്മ എം ഈക്വൽ ടു 0, സിഗ്മ എച്ച് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ വി ഈക്വൽ ടു 0 വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ഓക്കെ, അപ്പം സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിഗ്രി ഓഫ് റിഡൻഡൻസി എന്നും പറയാം.
ഓർ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് അഡീഷണൽ ഇക്വേഷൻസ്. അതായത് ഞാൻ പറഞ്ഞു 3 ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്കൊരു സ്ട്രക്ചറിനെ സോൾവ് ചെയ്താൽ അത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാണ്. ഈ 3 കൂടാതെ നമ്മൾക്ക് അഡീഷണൽ ഇക്വേഷൻസ് വേണ്ടി വരുവാണെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്താ, സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. അപ്പോൾ ആ എത്ര അഡീഷണൽ ഇക്വേഷൻസ് നമുക്ക് എക്സ്ട്രാ വേണം, ആ നമ്പർ ഓഫ് അഡീഷണൽ ഇക്വേഷൻസ് ആണ് എന്താ, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. അഡീഷണൽ ഇക്വേഷൻസ് ആർ ഓൾസോ നോൺ as എന്താ, കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻസ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടു ഡിറ്റർമൈൻ ദി അൺനോൺ ഫോഴ്സസ്. അതുപോലെ ഈ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്താ, നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടും തിരിക്കാം ഇന്റേണൽ ആയിട്ടും തിരിക്കാം. എക്സ്റ്റേണൽ ഉദ്ദേശിക്കുന്നത് സപ്പോർട്ട്സിനെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ ആകുമ്പോൾ മെമ്പറിലുള്ള അൺനോൺസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി പോലെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്താണെന്ന് എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്. കൈനമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഇത്രയേ ഉള്ളൂ, ഡിഗ്രി ഓഫ് ഫ്രീഡം. ഞാൻ പറഞ്ഞില്ലേ നമ്പർ ഓഫ് പോസിബിൾ മൂവ്മെൻറ്റ്സ്. ഈ പോസിബിൾ മൂവ്മെൻറ്റ്സ് എല്ലാം കൂടെ സം ചെയ്ത് വരുമ്പം ഒരു സ്ട്രക്ചറിൽ എന്തെല്ലാം ജോയിൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആണ്, അതാണ് എന്താ, ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി. ഇനി നമുക്ക് ഫൈൻഡിങ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി അല്ലെ DS എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ബീംസിൻ്റെ കേസ് പറയാം. ബീംസിൻ്റെ കേസിൽ നമ്മൾ ജനറലി നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എത്ര, 3 സിഗ്മ M = 0, സിഗ്മ H = 0, സിഗ്മ V = 0. അപ്പം ആ R-3 എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, അതിൽ ആ 3 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ജനറൽ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ്. ആ 3 എന്തുകൊണ്ട് ഞാൻ R-2 എന്നാക്കി, കാരണം എക്സ്ക്ലൂഡിങ് ഹൊറിസോണ്ടൽ. നമ്മൾ ബീം എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. അതിൽ നമ്മൾ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സിൻ്റെ കേസസ് എടുക്കാറില്ല, ചൂസ് ചെയ്യാറില്ല. അപ്പം നമ്മൾ ബീമിൽ എന്ത് എക്സ്ക്ലൂഡ് ചെയ്യാം, ഹൊറിസോണ്ടൽ എക്സ്ക്ലൂഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇക്വേഷൻ എത്ര മതി, R-2 എന്ന ഇക്വേഷൻ എടുത്താൽ മതി. അപ്പോൾ അവിടെ ഫിക്സഡ് എടുക്കുമ്പോഴും നമ്മൾ എന്ത് നോക്കില്ല, ഹൊറിസോണ്ടൽ റിയാക്ഷൻ നോക്കില്ല. ഹിഞ്ച് എടുക്കുമ്പോഴും ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് നോക്കത്തില്ല. അത് മാത്രം ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ആദ്യം ഒരു ബീം എടുത്തു, ഒരു സപ്പോർട്ട് ഫിക്സഡ്, ഒരെണ്ണം റോളർ, ഒരെണ്ണം ഹിഞ്ച്ഡ്. ആ ഫിക്സഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം, എത്ര ഇക്വേഷൻസ് ഉണ്ട് അല്ലെ, എത്ര റിയാക്ഷൻസ് ഉണ്ട്, 3 ജനറലി. ഏതാ, വെർട്ടിക്കല്, ഹൊറിസോണ്ടൽ, മൊമെന്റ്. നമ്മളിവിടെ എന്ത് നോക്കുന്നില്ല, ഹൊറിസോണ്ടൽ നോക്കുന്നില്ല. അതുകൊണ്ട് എത്ര എണ്ണം വരും, 2. അതായത് മൊമെന്റും ഉണ്ട് വെർട്ടിക്കലും ഉണ്ട്. അടുത്ത റോളർ എടുക്കുമ്പോൾ ജനറലി എത്ര, ഒരൊറ്റ റിയാക്ഷനേ ഉള്ളൂ. ഏതാ, വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഹിഞ്ച് എടുക്കുമ്പോഴോ ശരിക്കും 2 ഉണ്ട്, വെർട്ടിക്കലും ഉണ്ട് ഹൊറിസോണ്ടലും ഉണ്ട്. ഇത് ബീമായിട്ട് എന്ത് വേണ്ട, ഹൊറിസോണ്ടൽ വേണ്ട. അപ്പം ഏതേ ഉള്ളൂ, വെർട്ടിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻ എത്ര, 2 + 1 + 1. അതായത് ടോട്ടൽ 4 റിയാക്ഷൻസ് ആണ്. 4 മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എത്ര, 2. സിഗ്മ M = 0, സിഗ്മ V = 0. അപ്പം എത്ര കിട്ടും, DS = 4 - 2 = 2 എന്നൊരു ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് 2D ഫ്രെയിംസിലോട്ട് പോകാം. 2D ഫ്രെയിംസിൽ നമുക്ക് DS എടുക്കുമ്പം 3M + R - 3J എന്നൊരു ഇക്വേഷനാണ്. M എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മെമ്പർ, R നമ്പർ ഓഫ് റിയാക്ഷൻസ്, J നമ്പർ ഓഫ് ജോയിൻസ്. നമുക്കൊരു എക്സാമ്പിളിലേക്ക് തന്നെ പോകാം. ഇതാണ് എന്താ, ഒരു 2D ഫ്രെയിം എടുക്കുന്നു. അതിൻ്റെ ഒരു എൻഡ് എന്താ, ഫിക്സഡ് ആണ്, ഒരു എൻഡ് ഹിഞ്ച്ഡ് ആണ്. നോക്കുമ്പം എത്ര മെമ്പർ ഉണ്ട്, M1 ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്. 3 മെമ്പർ അവിടെ ഉണ്ട്. എത്ര റിയാക്ഷൻ ഉണ്ട്, ഫിക്സഡ് ആകുമ്പോൾ 3 റിയാക്ഷൻ. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടലും കൺസിഡർ ചെയ്യും. അതുകൊണ്ട് എന്ത് വേണം, 3 റിയാക്ഷൻസ് എടുക്കണം. ഹിഞ്ച് ആകുമ്പോൾ എത്ര, 2 റിയാക്ഷൻസ് ഉണ്ട്. ഇനി ജോയിൻസ് 1, 2, 3, 4 ജോയിൻസ് ആണ് അവിടെ ഉള്ളത്. J1, J2, J3 ആൻഡ് J4. ഇനി അപ്പോൾ ടോട്ടൽ M എത്ര, 3, R എത്ര, 3 + 2 5 കിട്ടും. J എത്ര, 1, 2, 3, 4, ടോട്ടൽ 4 കിട്ടും. അപ്പോൾ ടോട്ടൽ ആൻസർ എത്ര, 3 × 3 9 + 5 - 12 that is 14 - 12 that is equal to 2 ആണ് എത്ര, DS അല്ലെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്തത് 2D ട്രസ് ആണ്. 2D ട്രസ് എടുക്കുമ്പം അതിനെന്തുണ്ട്, ടോട്ടൽ ഇൻഡിറ്റർമിനസിയുടെ ഇക്വേഷൻ ആണ് M + R - 2J. അത് നമ്മൾ ഫ്രെയിമിൽ കണ്ടതിൻ്റെ കൂട്ട് തന്നെ M നമ്പർ ഓഫ് മെമ്പർ, R നമ്പർ ഓഫ് റിയാക്ഷൻ, J നമ്പർ ഓഫ് ജോയിന്റ് തന്നെയാണ്. ഇനി എക്സ്റ്റേണലും ഉണ്ട്, ഇതിന് ഇന്റേണലും ഉണ്ട്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ, സപ്പോർട്ടിന്റെ ഇൻഡിറ്റർമിനസി ആണ് എന്താ, എക്സ്റ്റേണൽ SI. ഇന്റേണൽ ആണ് എന്താ, മെമ്പറിന്റെ ഇൻഡിറ്റർമിനസി ആണ് ഇന്റേണൽ SI.
ഈ എക്സ്റ്റേണൽ പ്ലസ് ഇന്റേണൽ ആണ് എന്താ നമ്മുടെ ടോട്ടൽ ഇൻഡിറ്റർമിനസി DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ഇതാണ് ഒരു 2D ട്രസ്. ഇതെടുക്കുമ്പോൾ എത്ര 1 2 3 4 5 6 മൊത്തത്തിൽ 6 മെമ്പർ ഉണ്ട്. എത്ര ജോയിന്റ് ഉണ്ട്, എത്ര റിയാക്ഷൻസ് ഉണ്ട്? അവിടെ ഒരു ഹിഞ്ചാണ്, ഇപ്പുറത്തെ ഒരു റോളറാണ്. ഹിഞ്ചിൽ എത്ര റിയാക്ഷൻ ഉണ്ട്? 2 റിയാക്ഷൻ. റോളറിൽ എത്ര റിയാക്ഷൻ ഉണ്ട്? 1 റിയാക്ഷനും ഉണ്ട്. അടുത്തത് എത്ര ജോയിന്റ് ഉണ്ട്? 1 2 3 4 മൊത്തം 4 ജോയിന്റ്സ് ഉണ്ട്. ആ സെൻട്രലിലെ പാർട്ട് ജോയിന്റ് ആണോ എന്ന് ഡൗട്ട് വരും, പക്ഷെ അല്ല. കാരണം 2 മെമ്പേഴ്സ് തമ്മിൽ ക്രോസ് ചെയ്യുകയാണ്, അവിടെ ജോയിന്റ് അല്ല ഒരിക്കലും വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ മൊത്തം 4 ജോയിന്റ്സ് ഉണ്ട്, 2+1 3 റിയാക്ഷൻ ഉണ്ട്, മൊത്തം 6 മെമ്പറും ഉണ്ട്. അപ്പോൾ DS എങ്ങനെ കണ്ടുപിടിക്കാം? M+R-2J. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നൊരു ആൻസർ കിട്ടും. ഇനി എക്സ്റ്റേണൽ ഇക്വേഷൻ ആണ് R-3. ആ 3 എന്താണ്? നമ്മുടെ സാധാ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. ഏതൊക്കെ? σm = 0, σh = 0, σv = 0. ഇനി R നമ്പർ ഓഫ് റിയാക്ഷൻ എത്ര? 2 + 1 3 അറിയാമല്ലോ, അപ്പോൾ 0 കിട്ടി. ഇനി DSI കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ നമുക്ക് M-2J+3 എന്നൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോട്ടലിന്ന് എക്സ്റ്റേണൽ കുറച്ചാലും എന്ത് കിട്ടും? ഇന്റേണലിന്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ DSI = DS - DSC, അതായത് 1 - 0 = 1. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് പിൻ ജോയിന്റഡ് ഫ്രെയിം ആണ്. പിൻ ജോയിന്റഡ് ഫ്രെയിം ആകുമ്പം അവിടെ മെമ്പർ മെയിനായിട്ട് നോക്കും. അപ്പോൾ എത്ര? DS = M-2 എന്നൊരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ എത്ര? ഒരു എക്സാമ്പിൾ എടുക്കാം. അതിലെന്തുണ്ട്? 1 2 3 4 മെമ്പർ ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? DS = M-2. അപ്പം ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എത്ര? 4 - 2, അതായത് 2 എന്നൊരു ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പം ഇനിയും പറയാനുള്ളത്, നമുക്കിപ്പോൾ DSന് പല വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ ഒരു സ്ട്രക്ചർ സോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ DS കണ്ടുപിടിക്കുമ്പം അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് വെച്ചോ. നെഗറ്റീവ് ആണെങ്കിൽ അതൊരു അൺസ്റ്റേബിൾ സ്ട്രക്ചറാണ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. DS = 0 ആണെങ്കിൽ എന്താ? അത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാണ്. അതിനർത്ഥം എന്താ? σm = 0, σh = 0, σv = 0 എന്നീ 3 ഇക്വേഷൻസ് കൊണ്ട് നമുക്ക് എല്ലാ അൺനോൺസും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇനി DS > 0 ആണെങ്കിലോ അത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാണ്. ആ ടൈപ്പ് സ്ട്രക്ചറിൽ എന്ത് വേണം? നമുക്ക് ചില അഡീഷണൽ ഇക്വേഷൻസ് വേണ്ടി വരും, അല്ലാതെ അഡീഷണൽ മെത്തേഡ്സ് വേണ്ടി വരും. ആ മെത്തേഡ്സ് ആണ് എന്താ? ഫോഴ്സ് മെത്തേഡ് യൂസ് ചെയ്യാം, ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇങ്ങനെ പല ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള മെത്തേഡ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അൺനോൺസിനെ ഡിറ്റർമൈൻ ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ബേസിക് ആയിട്ട് നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ ഡിറ്റർമിനേഷനെ പറ്റി പറയാനുള്ളത്. ഇനി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്റേണൽ ഹിഞ്ചസ് വരുന്നതും അതേപോലെ ഡിഫറെൻറ്റ് സ്റ്റോറി ലെവൽ വരുന്ന ഫ്രെയിംസും അങ്ങനെ ഉള്ളതുണ്ട്. പിന്നെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി ഡിറ്റർമിനേഷൻ ഉണ്ട്. അതൊക്കെ ഞാൻ ഇനിയും ഫ്യൂച്ചറിൽ വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട്, അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ ചോദിച്ചാലും മതി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.